അതെ ആ ബ്ലൂ അതിങ്ങെടുത്തേ. ഇതോ? അതെ. മോളിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കില്ലേ? കുട്ടികൾ പറഞ്ഞിട്ടല്ലേ നമ്മൾ വന്നത്. സന്തോഷമായിട്ട് നിൽക്കേ. അവർക്ക് ആദ്യം എടുക്കാം. മോളെ, മന്ത്രം കൂടി ഒന്ന് സെലക്ട് ചെയ്തേ. വാ. അനിയത്തിമാർക്ക് എടുക്കട്ടെ മാമി, അങ്ങനെയാ എന്റെ ശീലം. അവർക്കെന്തേലും സെലക്ട് ചെയ്തിട്ടേ എനിക്കെന്തേലും എടുക്കൂ. പലപ്പോഴും അവരാ എനിക്ക് എന്താ വേണ്ടെന്ന് സെലക്ട് ചെയ്ത് തരാ. എവിടെ അമൃത? ഓ, അവൾ അനിയത്തിമാർക്ക് ഡ്രസ്സൊക്കെ എടുത്തിട്ടേ സ്വന്തമായിട്ട് എടുക്കൂന്നും. അങ്ങനെയാണത്രേ ശീലം. അനിയത്തിമാർക്ക് പർച്ചേസ് ചെയ്തതിനൊക്കെ ഇനി ഞാൻ കാശ് കൊടുക്കേണ്ടി വരുമോ? ഏയ്, അതൊന്നും നമ്മൾ കൊടുക്കേണ്ടി വരില്ല. ഇനി അഥവാ കൊടുത്താലും അവളുടെ സ്വഭാവം വെച്ച് വാങ്ങൂല. വലിയ അഭിമാനിയല്ലേ. എന്നെ മനസ്സിലായോ? അന്ന് പഞ്ചരത്നത്തിൽ വെച്ച് കണ്ടതല്ലേ? അതെ, കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നാ. ഞങ്ങളും. അപ്പച്ചി, ഇതൊക്കെ ഒന്ന് ബില്ലടിച്ച് വാങ്ങ. ഞാൻ പോയി സാരി ഒന്ന് സെലക്ട് ചെയ്തിട്ട് വരാം. കഴിഞ്ഞു നിങ്ങളുടെ പർച്ചേസ് ഒക്കെ? ഇല്ല, കുറച്ചുകൂടെ ഉണ്ട്. ഇതെന്താ ഇവിടെ? കല്യാണ ഡ്രസ്സ് എടുക്കാൻ വന്നാ? ഇത് വലിയ അത്ഭുതമായിപ്പോയി. ഞങ്ങളും അതിന് തന്നെ വന്നേ. അമൃത വാ, ഞാൻ ദിവ്യപ്രഭയെ പരിചയപ്പെടുത്തരാം. വാ. കല്യാണക്കുറി കണ്ടപ്പോഴേ ഈ പേരിന്റെ സൗന്ദര്യം ശ്രദ്ധിച്ചു. നേരിട്ട് കണ്ടപ്പോഴും അങ്ങനെ തന്നെ. സ്വന്തക്കാരാണോ? ഫാമിലി ഫ്രണ്ട്സാ. ഓ, ഞങ്ങള് വെഡിങ് ഡ്രസ് പർച്ചേസ് ചെയ്യാൻ വന്നതാ. ഞാനും അതിന് തന്നെ വന്നതാ. എന്നാ നടക്കട്ടെ, പോട്ടെ. ആ സാരി എടുത്ത്. അതെത്ര രൂപയാ? ഇത് 20,000. എങ്ങനെയുണ്ട്? ഒരുപാട് വില കൂടിയതൊന്നും മന്ത്രോടിക്ക് വേണ്ട. ഒരു 10,000-ൽ കവിഞ്ഞ് പോണ്ട അല്ലേ സുമേഷ് ചേട്ടാ? ഒറ്റത്തവണയിൽ കൂടുതൽ ഉടുക്കില്ലല്ലോ. അമ്മേ, ഇതെങ്ങനെയുണ്ട്? കൊള്ളാം. നോക്കട്ടാണോ? കൊള്ളാം. ഇത് മോക്ക് ചേരും. അബി, ഇതെങ്ങനെയുണ്ട്? അല്ല, ഒരുപാട് വില കൂടിയ സാരി വേണോ? ഒരു തവണയല്ലേ ഉടുക്കുന്നുള്ളൂ. ഏയ്, വിലയൊന്നും നോക്കണ്ട. മണ്ഡപത്തിൽ ഇറങ്ങി നിൽക്കുമ്പോ എത്രയോ ആൾക്കാർ കാണാനുള്ളതാ. കാശ് എത്രയായാലും കാഴ്ചക്ക് നല്ല ചന്തം ഉണ്ടാവണം.